യെസ് ഗൈസ്, അങ്ങനെ ആ നിർണായകമായ ആ ഒരു വിജയം നമ്മൾ നേടിയെടുത്തു. പഞ്ചാബ് എഫ് സിക്കെതിരെ ആദ്യ മത്സരത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു തോൽവി വഴങ്ങിയതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാളിനെതിരെ കൊച്ചിയിൽ ഇറങ്ങിയപ്പോൾ ഈ ഒരു വിജയം നമുക്ക് അത്യാവശ്യമായിരുന്നു. ISLലെ ഈ സീസണിലെ ആദ്യത്തെ വിജയവും സ്റ്റാഹ്റെ ആശാൻ്റെ ISLലെ ആദ്യത്തെ വിജയം അങ്ങനെ ഈസ്റ്റ് ബംഗാളിനെതിരെ നമുക്ക് നേടാൻ കഴിഞ്ഞു. ഒരു ഗോൾ വഴങ്ങിയതിനു ശേഷം തിരിച്ച് 2 ഗോൾ അടിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വിജയം നേടിയത് എന്നത് ടീമിൻ്റെ മൊത്തത്തിലുള്ളൊരു മനോവീര്യം കൂട്ടാനുള്ള സാധ്യതയുണ്ട്. ഇറ്റ്സ് എ കംബാക്ക് വിക്ടറി. അതുകൊണ്ട് തന്നെ ഒരു ഗോൾ വഴങ്ങിയപ്പോൾ നമ്മളിങ്ങനെ പേടിച്ച് നിന്നില്ല, അടുത്ത 2 എണ്ണം അടിച്ച് ജയിക്കാനുള്ള ആ ഒരു ഇൻറ്റൻറ്റ് നമ്മൾ കാണിച്ചു. സോ ഈ ഒരു മാച്ചിൻ്റെ ഒരു അനാലിസിസ് എന്നതിനപ്പുറം ഈ മാച്ചിൽ നിന്ന് കണ്ട ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും എന്നാൽ ഇനി അങ്ങോട്ട് ഇമ്പ്രൂവ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനുള്ളത്. സോ അതിൽ പ്രധാനമായിട്ട് നമുക്ക് ആദ്യം പോസിറ്റീവ് തന്നെ തുടങ്ങാം. ആദ്യം എനിക്ക് പറയാനുള്ള ഡിഫൻസിൻ്റെ ഒരു നമ്മളെ പെർഫോമൻസാണ്. പ്രത്യേകിച്ച് പ്രീതം കോട്ടാൽ, മിലോസിൻ്റെ ഒക്കെ പ്രകടനം. അതിൽ എടുത്തു പറയേണ്ട ഒരു പ്ലെയറാണ് പ്രീതം കോട്ടാൽ. നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ സഹലിന് പകരം നമ്മൾ ഒരു സഹലിൻ്റെ ഒരു സ്വാപ്പ് ഡീൽ നടത്തിയിട്ട് പ്രീതം കോട്ടാലിനെ മോഹൻ ബഗാനിൽ എത്തിക്കുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ സീസണിൽ ആൾക്ക് ഒരു പ്രതീക്ഷിച്ച പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിലൊരു പ്രധാന കാരണം ആളെ ആദ്യത്തെ കുറച്ച് കളികൾ CB പൊസിഷനിൽ കളിപ്പിക്കുകയും പിന്നീട് RB പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്തതും ആയിരിക്കാമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. എന്തായാലും ആൾക്ക് ഇവിടെ ഒരു കഴിഞ്ഞ സീസൺ അത്ര നല്ലതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫാൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ വിമർശനവും ആൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ വിമർശനങ്ങൾക്കൊക്കെ മറുപടി നൽകുന്ന രീതിയിലാണ് ആദ്യത്തെ 2 കളികളും പ്രീതം കോട്ടാലിൻ്റെ ഒരു പ്രകടനം നമുക്ക് കാണാൻ കഴിയുന്നത്. ആളൊരു കൊൽക്കത്തയിൽ ക്ലബ്ബിൽ, അതായത് മോഹൻ ബഗാനിലൊക്കെ കളിച്ച ആ ഒരു പ്രീതം കോട്ടാൽ നമുക്ക് കഴിഞ്ഞ 2 കളികളിൽ ഇവിടെ കാണാൻ പറ്റി. മികച്ച പ്രകടനമായിരുന്നു പ്രീതം കോട്ടാൽ നടത്തിയത്. അതുപോലെ തന്നെ നമ്മൾ വിമർശിച്ച മറ്റൊരു താരമായ മിലോസിൻ്റെയും മികച്ച പ്രകടനം നമുക്ക് ഈ കഴിഞ്ഞ 2 കളികളിലും കാണാൻ പറ്റി. കഴിഞ്ഞ പഞ്ചാബിനെതിരെ അവസാന നിമിഷങ്ങളിൽ ഒന്ന് ഓഫായി പോയെങ്കിലും അത്യാവശ്യം ഡീസൻ്റായിട്ടുള്ള പ്രകടനം തന്നെയാണ് ഡിഫൻസ് കാഴ്ചവെച്ചത്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത് നമ്മുടെ ഒരു കോച്ചിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ്. കഴിഞ്ഞ മുമ്പൊക്കെ ഭയങ്കര പരാതി ഉണ്ടായിരുന്നു, ഇവാനാശം വളരെ വൈകിയാണ് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ നടത്തുന്നതെന്ന്. പക്ഷേ നമ്മളെ സ്റ്റാഹ്റെ ആശാൻ ആ ഒരു ടൈമിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ നടത്തുന്നത് കണ്ടു. ഈ കഴിഞ്ഞ കളിയിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ അത് കൃത്യമായിട്ട് വർക്കാവുകയും ചെയ്തു. സ്റ്റാഹ്റെ ആശാനെ കളിക്കേഷൻ പറഞ്ഞത് സ്റ്റാർട്ടിംഗ് 11 മാത്രമല്ല ഒരു കളിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. കളി എൻഡ് ചെയ്യുമ്പോൾ, അതായത് അവസാന നിമിഷത്തിൽ ഒരു 11-ൽ ഏതൊക്കെ പ്ലേയേഴ്സ് ഉണ്ടാകുന്നു, ഒരു സ്ട്രോങ് 11 തന്നെ ഉണ്ടാകണം, അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് അത് ആൾ ഇന്നലെ തെളിയിച്ചു. നമുക്ക് സബ്ബായിട്ട് വന്ന അസറായാലും ഐമനായാലും ഐബാനായാലും പെപ്രായാലും ആ ഒരു ടീമിൻ്റെ ഒരു കംബാക്ക് വിക്ടറിക്ക് നല്ല രീതിയിലുള്ള ഒരു ഊർജ്ജം പകർന്നിട്ടുണ്ട്. പെപ്രയുടെ ആ ഒരു ഗോളിൽ ഐമൻ്റെയൊക്കെ കോൺട്രിബ്യൂഷൻ നമുക്കറിയാം. അതുപോലെ അസർ നല്ല രീതിയിൽ കളിച്ചു, ഐബാനും നല്ല രീതിയിൽ ഡിഫൻസിൽ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂഷനെല്ലാം വർക്കായിന്. അത് തന്നെയാണ് നമ്മളൊരു ഗെയിമിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിച്ചതും. പിന്നെ ഒന്ന് എടുത്തു പറയേണ്ടത് നമ്മളെ വിപിൻ മോഹൻ്റെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രകടനമാണ്. ഈ മത്സരത്തിലും കഴിഞ്ഞ പഞ്ചാബിനെതിരെയുള്ള മത്സരം പോലെ തന്നെ ആൾ അത്യാവശ്യം ഡീസൻ്റായിട്ട് കളിച്ചിട്ടുണ്ട്. എന്നാലും ഈ ഒരു പോസിറ്റീവിൻ്റെ ഇടയ്ക്കൊക്കെ പിന്നെ നോഹ ഗോൾ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്, അങ്ങനത്തെ ചില പോസിറ്റീവൊക്കെ ഉണ്ട്. എന്നാലും വേറൊരു കാര്യം എനിക്ക് പറയാനുള്ള ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത്, ഇപ്പോഴും മിസ് പാസുകൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളുടെ മിസ് പാസ് എതിരാളികൾക്ക് ഒരു കൗണ്ടർ അറ്റാക്ക് നടത്താനുള്ള ഒരു ഓപ്ഷനായിട്ട് മാറുന്നുണ്ട്. അത് നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരും മാച്ചുകളിൽ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയാണ് നമുക്ക് അടുത്ത മാച്ച് എന്ന് ഓർക്കണം. അവർ നല്ല രീതിയിൽ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന ഒരു ടീം കൂടിയാണ്. സോ അത് പിന്നെ നമുക്ക് വരും മാച്ചുകളിൽ ഒരു തലവേദനയാകും, അത് പരിഹരിച്ചേ പറ്റൂ. നമുക്കറിയാം ഇപ്പോൾ പ്രത്യേകിച്ച് മിഡിൽ നിന്ന് ഒരുപാട് ബോളുകൾ നമുക്ക് ലൂസാകുന്നത് കണ്ടിട്ടുണ്ട്. ഡാനിഷ് ഫറൂഖിൻ്റെയും കൊയ്ഫിൻ്റെയൊക്കെ ഒരുപാട് മിസ് പാസുകൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ സന്ദീപ് സിംഗിൻ്റെ ഒരു മിസ് പാസ് നിന്നായിരുന്നു ഈസ്റ്റ് ബംഗാളിൻ്റെ ആ ഒരു പെട്ടെന്നുള്ളൊരു അറ്റാക്ക് വന്നത്. അവിടെ ഡിഫൻസ് ഓർഗനൈസ്ഡ് അല്ലായിരുന്നു, അങ്ങനെ ഒരു ഗോൾ കയറുകയായിരുന്നു. സോ ഇത്തരത്തിലുള്ള സില്ലി മിസ് പാസുകൾ നമുക്ക് കഴിഞ്ഞ സീസൺ മുതലേ ഇല്ലൊരു പ്രശ്നമാണ്. കഴിഞ്ഞ സീസണല്ല, അതിന് മുമ്പത്തെ സീസണൊക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. സോ അവസാന നിമിഷങ്ങളിലൊക്കെ വരുമ്പോൾ ഈ ഒരു മിസ് പാസും ആ ഒരു ഗെയിം മാനേജ്മെൻറ്റ് നമ്മൾ കുറച്ചും കൂടി ശരിയാക്കിയാൽ മാത്രമേ നമുക്ക് വരും മത്സരങ്ങളിൽ ആ ഒരു വിന്നിങ്ങിലേക്ക് എത്താൻ പറ്റൂ. നമുക്കറിയാം അടുത്ത 3 മത്സരവും എവേയിലാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ, പിന്നെ ഒഡീഷക്കെതിരെ, മുഹമ്മദൻസിനെതിരെ 3 മാച്ചും എവേയാണ്. സോ ഈ കൊച്ചിയിൽ നമുക്കൊരു വിജയത്തോടെ ഒരു എവേ മാച്ചിലേക്ക് പോകാൻ പറ്റിയത് നമുക്ക് എന്തായാലും ഒരു ആത്മവിശ്വാസം തരും. ഇവിടെ ഒരു നെഗറ്റീവ് റിസൾട്ട് ഉണ്ടായിരുന്നെങ്കിൽ അത് നമ്മളെ പ്രകടനത്തെയും ബാധിക്കുമായിരുന്നു. സോ ഒരു പോസിറ്റീവ് റിസൾട്ടോടുകൂടി കൊച്ചിയിൽ നിന്ന് മടങ്ങാൻ പറ്റിയത് എന്തായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരായ കളിയിലായാലും ഇനി അങ്ങോട്ടുള്ള എവേ മാച്ചിലായാലും നമുക്ക് ഒരു കൂടുതൽ ആത്മവിശ്വാസം പകരും എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ എന്തായാലും പിന്നെ പോയിൻറ്റ്സ് ടേബിളിൽ ഒരു 3 പോയിൻറ്റ് നേടിയിട്ട് ഒരു 6ാമത്തെ പൊസിഷനിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. 2 മാച്ചിൽ നിന്ന് 3 പോയിൻറ്റ്. സോ അതൊരു മോശമല്ലാത്തൊരു തുടക്കം തന്നെ എന്ന് നമുക്ക് പറയാം. സോ ഇനിയിപ്പോൾ അടുത്ത നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ മാച്ച് ആകുമ്പോൾ എന്തായാലും ഒരു വലിയ പരീക്ഷണമാണ് നമുക്ക് നേരിടാൻ പോകുന്നത്. സോ ആ മാച്ചിൻ്റെ പ്രിവ്യൂ നമുക്ക് ചെയ്യാം. ആ സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ
കാര്യങ്ങൾ പറയാം. അപ്പോൾ ഈസ്റ്റ് ബംഗാൾ മത്സരത്തിനെ കുറിച്ചുള്ള അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.